ഹായ് എവരിവൺ. ഇവിടെ പുരുഷന്മാരോട് ഒരു ചോദ്യം. നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ? അവർക്ക് സന്തോഷമുണ്ടോ? അവരാ അവർക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ? അവർ സമയത്ത് ഫുഡ് കഴിക്കുന്നുണ്ടോ? നിങ്ങൾ ഇതെല്ലാം അന്വേഷിക്കാറുണ്ടോ? അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ? പല ആളുകളും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും അതിനൊരു ആൻസർ പറയാനായിട്ട്. ഐ ആം ജയശ്രീ ഗോവിന്ദൻ. ഞാൻ ഫാമിലി ഹെൽത്ത് ആൻഡ് എക്കണോമിക് അഡ്വൈസറാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഏതൊരു പുരുഷനെ പോലെയും സ്ത്രീകളും അവർക്ക് സന്തോഷവും സമാധാനവും അവരുടേതായ ഇഷ്ടങ്ങളും എല്ലാം ഉള്ളവരാണ്. സാധാരണ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുടുംബത്തിലെ പണിയൊക്കെ നോക്കിയിരിക്കുന്നു, വേറെ പണിയൊന്നുമില്ല സ്ത്രീകൾക്ക്. ഈ കുടുംബത്തിലെ പണിയെടുക്കുന്നത് ഒരു പണിയല്ലേ? അവർ നമ്മൾ ഒരാളെയാണ് കുടുംബത്തിൽ പണിയെടുക്കാൻ ഒരാളെ വെക്കുവാണെങ്കിൽ അവർക്ക് മാസം ഒരു മിനിമം 20-25,000 രൂപ കൊടുക്കണം. അവിടെയാണ് ഫ്രീ ആയിട്ട് ഈ സർവീസ് 24 മണിക്കൂറും അല്ലെങ്കിൽ 365 ദിവസവും ഈ സ്ത്രീകൾ ചെയ്യുന്നത്. അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിഗണിച്ചുകൂടെ? പല കുടുംബത്തിലെയും പല പ്രശ്നങ്ങളും അവിടുത്തെ സ്ത്രീകളെ നല്ല രീതിയിൽ കെയർ ചെയ്യാത്തതുകൊണ്ട്, അവരുടെ ആരോഗ്യം നോക്കാത്തതുകൊണ്ട്. പല സ്ത്രീകളും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബമായി കുട്ടികളൊക്കെ ആയി കഴിഞ്ഞു പിന്നെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ സന്തോഷം അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം അവർ മാറ്റിവെക്കുകയാണ്. എന്തിന്? അവരുടെ ആരോഗ്യം പോലും അവർ മാറ്റിവെക്കുകയാണ്. അവർ കുടുംബത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നേരെ വേണം ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും റെസ്റ്റ് എടുക്കാതെയും എല്ലാം അവരവരുടെ ആരോഗ്യത്തിന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കഴിയുമ്പോൾ അവസാനം ചിലപ്പോൾ അവർ നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതരമായ അസുഖങ്ങളിലേക്ക് ചെന്നെത്തുമ്പോഴായിരിക്കും കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം ചിന്തിക്കുന്നത്, ഓ, ഞാൻ അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലല്ലോ, അവളെ നല്ല രീതിയിൽ നോക്കിയില്ലല്ലോ, അവരോട് അങ്ങനെയാണല്ലോ പെരുമാറിയത്. പക്ഷെ എല്ലാം കൈവിട്ടു പോയിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിലെ സ്ത്രീകളെ നിങ്ങൾ മാനിക്കുക, അവർക്ക് വേണ്ട ഉം, പോഷക ഗുണങ്ങളായ ഭക്ഷണങ്ങൾ കൊടുക്കുക, അവരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കെയർ ചെയ്യുക. ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കൈപിടിക്കാൻ ആളുണ്ടെങ്കിൽ, തീർച്ചയായും ഏതൊരു കുടുംബത്തിലും വളരെ സന്തോഷവും ആരോഗ്യവും ഉണ്ടാവും. അതും അടുത്ത തലമുറയ്ക്ക് കൂടെ നല്ല ആരോഗ്യം പകർന്നു കൊടുക്കാൻ. ഒരു സ്ത്രീ എന്ന് പറയുന്നത് കുടുംബത്തിലെ നിലവിളക്ക് എന്ന് പറയുന്നത് വ്യക്തിയല്ല. ആ നിലവിളക്ക് കത്തണമെങ്കിൽ അവിടെ എണ്ണ വേണം. ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ വിളക്കിലെ എണ്ണയാണ്. അത് വറ്റിത്തീരാതെ നോക്കേണ്ടത് ആ കുടുംബത്തിലെ എല്ലാവരുടെയും കടമയാണ്. അവൾക്ക് പോഷകഗുണമായ ഭക്ഷണം നൽകുക. ഒരു സ്ത്രീ കടന്നു പോകുന്നത്, അവരുടെ ജീവിത കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പല സിറ്റുവേഷനിലൂടെയാണ്. ആണുങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ സ്ത്രീകൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ശരീരമുള്ളവരാണ്. അവരുടെ മെൻസ്ട്രേഷൻ തുടങ്ങി അവരുടെ ഡെലിവറി വരെ, അവരുടെ വാർദ്ധക്യം വരെ അവർ ഒരുപാട് കടമ്പകളിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ ശരീരം. അപ്പോൾ അവർക്ക് അതിനാവശ്യമുള്ള പോഷകഗുണങ്ങൾ ഒപ്പം ശരീരത്തിനും മനസ്സിനും സന്തോഷവും ലഭിക്കുമ്പോഴാണ് അവർ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. അവരുടെ ആരോഗ്യം ആ കുടുംബത്തിന്റെ ആരോഗ്യമാണ്, കുട്ടികളുടെ ആരോഗ്യമാണ്. പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ആ സ്ത്രീ നല്ല ആരോഗ്യവും സന്തോഷവും ഉള്ളവളായിരിക്കണം. അതുപോലെ തന്നെയാണ് പിന്നീട് ആ കുടുംബത്തിന് കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാവാൻ കഴിയുക എന്നുള്ളത് ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കടമയുമാണ്. ഇതുപോലെയുള്ള ഏഹ്, സ്ത്രീകൾക്ക് വേണ്ട പോഷകഗുണങ്ങൾ എന്തൊക്കെയാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ശുശ്രൂഷിക്കേണ്ടത്, അവർക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം എങ്ങനെ നൽകാം, ഇതെല്ലാം അറിയാനായിട്ട് നിങ്ങൾക്ക് ഹാപ്പി മംസ് ഹബിന്റെ കോഴ്സുകളിലേക്കും കൺസൾട്ടേഷനിലേക്കും കടന്നു വരണം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.